ഡാൻ ദയവായി തുടരുക. നമുക്കൊന്ന് കൊച്ചിയിലേക്ക് പോയി ഡാനിന് മറ്റൊരു വാർത്ത കൂടി അറിയിക്കാനുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയാണത്. അതെ അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സുവി വിശ്വനാഥൻ കൊച്ചിയിൽ തുടരുകയാണ്. സുവി, ഈ കുടിവെള്ള പ്രശ്നം തുടരുന്നതിനിടയിലാണ് ഇന്നലെ വീണ്ടും പൈപ്പ് പൊട്ടുകയും ആകെ താറുമാറാകുകയും ചെയ്തു. കഴിഞ്ഞിട്ടും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അവസ്ഥ? കൂനിന്മേൽ കുരു എന്ന പോലെയാണല്ലോ കൊച്ചിയിലെ കുടിവെള്ള വിതരണം. ഒരിടത്ത് വെള്ളം കിട്ടാനില്ല, മറിടത്ത് വെള്ളം പാഴായി പോകുന്നു. അതെ. തീർച്ചയായും കൂനിൽമേൽ കുരു എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. വലിയ തോതിലുള്ള കുടിവെള്ളക്ഷാമമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചി നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ കായലിനും കടലിനും അരികിൽ താമസിച്ചിരുന്ന സാധാരണക്കാർ, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നത്. ആ ബുദ്ധിമുട്ടിൻ്റെ ആക്കം കുറഞ്ഞു എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുകയില്ല. പക്ഷേ എങ്കിലും കുടിവെള്ള വിതരണം ടാങ്കറുകളിലും മറ്റും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് പരാതിയുണ്ട്, അത് ചേരി പ്രദേശങ്ങളിലേക്ക് ടാങ്കറുകൾ എത്തുന്നില്ല എന്ന പരാതിയുണ്ട്. പക്ഷെ പരമാവധി അത് പരിഹരിച്ചുകൊണ്ട് അധികൃതർ ആ വിഷയം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്നലെ അവിചാരിതമായി ഒരു വലിയ കൂറ്റൻ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തമ്മനത്താണ് ഈ കൂറ്റൻ പൈപ്പ് ഇന്നലെ ഉച്ചയോടുകൂടി പൊട്ടിയത്. വലിയ തോതിലുള്ള വെള്ളം അവിടെയെല്ലാം ഒഴുകി പരക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അതിൻ്റെ ഒരു തകരാർ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് പരിഹരിച്ചിട്ടുണ്ട്. ആ പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിച്ചു എന്നതാണ് ആ വാർത്ത. കൊച്ചി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് തന്നെ പറയാം. നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ആ പൈപ്പ് മാറ്റി സ്ഥാപിച്ചു. ഇന്ന് പുലർച്ചെയാണ് ആ പൈപ്പ് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. പൈപ്പ് വഴി വെള്ളം കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം അല്പസമയത്തിനകം തന്നെ എല്ലാവർക്കും ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ആ ഒരു പ്രശ്നം ഇന്ന് രാവിലത്തെയോടുകൂടി പരിഹരിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റേ കുടിവെള്ള പ്രശ്നം, അതായത് രൂക്ഷമായി നിൽക്കുന്ന ഈ പാഴൂരിലെ മോട്ടോർ പമ്പ് കേടുവന്നതിനെ തുടർന്നുണ്ടായ കുടിവെള്ള പ്രശ്നം, അത് ഉടൻ തന്നെ പരിഹരിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ മോട്ടോർ പമ്പും പൂർണ്ണമായും 3 മോട്ടോറുകളാണ് കേടുവന്നിരുന്നത്. അത് പൂർണ്ണമായും മാറ്റി മാർച്ച് 4 ജലവിതരണം സുഗമമാക്കാൻ സാധിക്കും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രദീപ്. സുബി, അതുപോലെ കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്ന ഒരു വാർത്ത, തുടരുന്ന ഒരു വാർത്ത, ഇഡിയുടെ ഇടപെടലും ലൈഫ് മിഷൻ കോഴക്കേസിലെ അന്വേഷണവും ഒക്കെയാണ്. ഇതിൽ എം ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ നൽകിയ ജാമ്യാപേക്ഷയിൽ നാളെയാണ് ഉത്തരവ് അല്ലെ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരുന്നത് നാളെയാണ്. ഇന്നലെ കോടതിയിൽ വിശദമായ വാദം നടന്നു. ആ വിശദമായ വാദത്തിൽ ഏറ്റവും പ്രധാനം ജാമ്യം നൽകരുത് എന്ന് ഇഡി ശക്തമായി വാദിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നിരവധി തവണ എം ശിവശങ്കറിന്റെ കാര്യത്തിൽ കണ്ടതാണ്. അദ്ദേഹം എപ്പോൾ കോടതിയിൽ വന്നാലും ആദ്യം പറയുന്ന ഒരു കാര്യം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ പോലും നമുക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങൾ കാണാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. കാരണം ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് നമുക്ക് പോലും തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇഡി ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകരുത്, അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നാണ്. ഇതിൽ ഇഡി നേരത്തെ വിചാരിച്ചിരുന്നതിനേക്കാൾ വലിയ വ്യാപ്തിയുള്ളതാണ് ശിവശങ്കറിന്റെ പങ്ക് എന്നാണ് കോടതിയെ ഇന്നലെ ഇഡി ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ തനിക്ക് ഇതിലൊരു പങ്കുമില്ല, ഇത് തനിക്കെതിരെ ചില തൽപര കക്ഷികൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് എന്നാണ് എം ശിവശങ്കർ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വിശദമായ വാദം ഇന്നലെ ജാമ്യാപേക്ഷയിൽ നടന്നിരിക്കുകയാണ്. നാളെയാണ് ഇതിൻ്റെ ഉത്തരവ് വരുന്നത്. കൊച്ചി കലൂരിലുള്ള PMLA കോടതിയാണ് ഈ കാര്യത്തിൽ ഉത്തരവ് പറയുക. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, PMLA കോടതി ആയത് കാരണം എത്രത്തോളം ഈ ജാമ്യം ലഭിക്കും എന്നൊരു കാര്യമാണ്. ജാമ്യം ലഭിച്ച ശിവശങ്കരൻ പുറത്തിറങ്ങുമോ? അങ്ങനെ ജാമ്യം ലഭിച്ച് നാളെ ശിവശങ്കരൻ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ തന്നെ അത് CPM-നെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഒരു ആശ്വാസമാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മറ്റൊരു പ്രഹരമായിരിക്കും ഏൽപ്പിക്കുക. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം ഹാജരായില്ല. മറ്റ് നിയമസഭാ സമ്മേളനം ചേരുന്നു എന്ന് പറഞ്ഞ ഒരു തിരക്കാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ തെളിവുകൾ CM രവീന്ദ്രനെതിരെയുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ അധികം വൈകിക്കേണ്ട എന്നൊരു നിയമോപദേശമാണ് EDക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ തന്നെ ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. 3 തവണ നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് 3 തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ്. ഏതായാലും അന്നും സ്വാഭാവികമായും ഈ ലൈഫ് മിഷന്റെ ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ലൈഫ് മിഷൻ കേസിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്, ചാറ്റ് സംഭാഷണങ്ങളുണ്ട്. അദ്ദേഹത്തിന് സ്വപ്ന സുരേഷുമായി വലിയ തോതിലുള്ള അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ചാറ്റ് സംഭാഷണം ഉൾപ്പെടെ ഇവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ EDയും ലൈഫ് മിഷൻ കോഴ കേസും തന്നെയായിരിക്കും വാർത്തകളിൽ നിറയാൻ പോകുന്നത്.